നമസ്കാരം. ഏക ഛത്രാധിപതിയായി നാട് വാണരുളുന്ന ചക്രവർത്തിയെ പോലെയായിരുന്നു മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട് ഭരിച്ചിരുന്നത്. ഏതാണ്ട് 41 വാഹനങ്ങളുടെ അകമ്പടിയോട് കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം എപ്പോഴും സഞ്ചരിക്കാറുണ്ടായിരുന്നത്. അഥവാ 41 കാറിൻ്റെ അകമ്പടിയോട് കൂടിയാണ് മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ എപ്പോഴും യാത്ര ചെയ്യാറുണ്ടായിരുന്നത്. ഇതുപോലെ തന്നെ അദ്ദേഹം ആഡംബര ലോലുപതയാർന്ന ഒരു ജീവിതമായിരുന്നു. സുഖലോലുപതയിൽ അഭിരമിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എങ്ങനെ ആകാൻ പാടില്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഏത് തരത്തിലുള്ള ആഡംബര ജീവിതം നയിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു പിണറായി വിജയൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ കൂടെ മന്ത്രിസഭയിൽ ഒന്നാം മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന സി ദിവാകരൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയത്. തിരുവനന്തപുരത്ത് ഒരു യോഗത്തിന് എത്തിച്ചേർന്നപ്പോൾ ഒരു വീട്ടിൽ, അതും ആനത്തര വട്ടം ആനന്ദന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനെത്തിയപ്പോൾ അവിടെ നെയ്മീൻ ഇല്ലാത്തതിൻ്റെ കാര്യം പറഞ്ഞ് പിണറായി വിജയൻ ഊണ് കഴിക്കാതെ പോയ കാര്യമെല്ലാം സി ദിവാകരൻ ഒരിക്കൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചിട്ടുണ്ടായിരുന്നു. ക്ലിഫ് ഹൗസിൽ തനിക്ക് പാല് കുടിക്കുന്നതിന് വേണ്ടി 40 ലക്ഷം രൂപ മുടക്കി പശുത്തൊഴുത്തും, അതും AC പശുത്തൊഴുത്തും, പശുക്കൾക്ക് പാട്ട് കേൾക്കാനുള്ള സൗകര്യം, നീന്തൽക്കുളം, അതുപോലെ 1-ാം നിലയിലേക്ക് നടന്നു കയറാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ പിണറായി വിജയൻ ലിഫ്റ്റ് പിടിപ്പിക്കുന്നു. ഇതുപോലെ ആഡംബരപൂർണമായ ഒരു ജീവിതമായിരുന്നു കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ നയിച്ചത് എന്നാണ് അദ്ദേഹത്തിൻ്റെ തന്നെ സഹപ്രവർത്തകരായിരുന്ന സി ദിവാകരനെ പോലുള്ള മന്ത്രിമാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തന്നെയായിരുന്നു ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്തിരുന്നത്. ഈ സമയത്ത് കേരളത്തിൻ്റെ ക്രമസമാധാനം ആംബെ തകർന്ന രീതിയിലായിരുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത്. അവസാന കാലത്ത്, മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയന്റെ അവസാന കാലത്ത് നടത്തിയ ചില യാത്രകളിലെല്ലാം രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പോലീസ് നടത്തിയ ചില നരനായാട്ടാണ് ഇപ്പോൾ പല വിധത്തിലുള്ള കേസുകൾക്കും വഴിവെച്ചിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ നവകേരള സദസ് എന്ന് പറഞ്ഞ പേരിൽ ഒരു യാത്ര നടത്തുകയും ആ യാത്രയിൽ മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും ഉൾപ്പെടുന്ന ഒരു സംഘമാണ് എപ്പോഴും സഞ്ചരിച്ചിരുന്നത്. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു ആ യാത്ര. ഈ നവകേരള യാത്ര എന്ന് പേരിട്ട് നടത്തിയ ഈ യാത്രയിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ധൂർത്തും കെടുകാര്യസ്ഥതയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരും KSU പ്രവർത്തകരും കരിങ്കൊടി കാണിക്കുകയുണ്ടായി. എന്നാൽ ഈ കരിങ്കൊടി കാണിച്ച KSU പ്രവർത്തകരെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരെയും എല്ലാം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരായിരുന്ന പോലീസുകാർ തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച തത്സമയം കേരളവും അതുപോലെ തന്നെ എല്ലാ നാട്ടിലുള്ള ജനങ്ങളും ഒരേ സമയത്ത് തന്നെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടറിയുകയായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുവാനെത്തിയ യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUക്കാരെയും എല്ലാം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സൈനികർ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന്റെ ഭാഗമായി പിടിച്ചു മാറ്റുക മാത്രമാണ് ചെയ്തത് എന്നാണ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നാട്ടുകാരോട് പച്ചക്കള്ളം പറഞ്ഞത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ള ഒരു പഴമൊഴി അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി രൂപാന്തരം പ്രാപിച്ച്, 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM-നുണ്ടായ ദയനീയ പരാജയം, ഈ ദയനീയ പരാജയത്തിലും CPM-ന്റെ അമരക്കാരനായി CPM പോളിറ്റ് ബ്യൂറോ അടക്കമുള്ള ആളുകൾ പിണറായി വിജയനെ എതിർപ്പുണ്ടായിരുന്നിട്ടുകൂടി പ്രതിപക്ഷ നേതാവായി അവരോധിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വാഹനം അദ്ദേഹം ഇപ്പോഴും ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. AKG സെന്ററിലെ വാഹനമാണ് അദ്ദേഹം ഇപ്പോൾ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ കഴിഞ്ഞ മെയ് 30-ാം തീയതി അദ്ദേഹത്തെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുചെന്നാക്കിയ AKG സെന്ററിലെ ഡ്രൈവറായ PK അനൂപ് എന്ന് പറയുന്ന ഒരാൾക്ക് പോലീസിൽ നിന്നും കൊടിയ മർദ്ദനമുണ്ടായി എന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ DGPക്ക് അനൂപ് സമർപ്പിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനെ റെയിൽവേ സ്റ്റേഷനിൽ വിടുകയും അദ്ദേഹം റെയിൽവേ സ്റ്റേഷനകത്തേക്ക് തീവണ്ടി കയറുവാൻ വേണ്ടി പോവുകയും ആ സമയത്ത് അനൂപ് പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തുണ്ടായിരുന്ന 2 പോലീസുകാരുമായി കശപിശയുണ്ടായി, വാക്കേറ്റമുണ്ടായി എന്നുള്ളതാണ് CCTV ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. അതിന് കാരണമായി പോലീസുകാർ പറയുന്നത്, ഒരു VIP വരുന്നുണ്ട്, ആ VIP-യുടെ പാർക്കിംഗ് ലോഞ്ചിലേക്ക്, പാർക്ക് ചെയ്യുന്ന സ്പേസിലേക്ക് ഒരു സ്വകാര്യ വാഹനം കൊണ്ടുവരുന്നു. അത് AKG സെന്ററിലെ വാഹനം തന്നെയായിരുന്നു. ഇത് ഇവിടെ ഇടാൻ പറ്റില്ല, VIP വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ AKG സെന്ററിലുള്ള അനൂപ് പറയുന്നു, ഇത് VIP വന്ന വാഹനമാണ്, സ്വകാര്യ വാഹനമല്ല എന്ന് പറയുന്നു. അങ്ങനെയാണ് ഉന്തും തള്ളും ഉണ്ടായത്. എന്നാൽ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ ഔദ്യോഗിക വാഹനത്തിൽ വരാതിരുന്നതാണ് പ്രശ്നമായത്. ഔദ്യോഗിക വാഹനത്തിന് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ സ്ഥലം ഒരുക്കിയിരുന്നത്. അവിടേക്കാണ് AKG സെന്ററിലെ വാഹനം ഓടിച്ചു കയറ്റുന്നതും സ്വകാര്യ വാഹനത്തിന് അവിടെ പാർക്ക് ചെയ്യാൻ സാധ്യമല്ല എന്ന് പോലീസുകാർ അനൂപിനോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്നാൽ വാക്കേറ്റത്തിലുപരി
പോലീസുകാർ അനൂപിനെ കയ്യേറ്റം ചെയ്തു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ DGPക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് പിണറായി വിജയന്റെ ഡ്രൈവറെ പോലീസുകാർ തല്ലിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പരക്കുന്നത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും, അല്ലെങ്കിൽ അത് കാലത്തിന്റെ കാവ്യനീതിയാണ് എന്നോണമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കമുള്ള മാധ്യമങ്ങളിൽ ഈ വാർത്തയെക്കുറിച്ചുള്ള കമന്റുകൾ പൊങ്കാലയായി വന്ന് നിറയുന്നത്. അന്ന് രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ പിണറായിയുടെ പോലീസുകാർ യൂത്ത് കോൺഗ്രസ്സുകാരെയും KSU പ്രവർത്തകരെയും തല്ലിച്ചതച്ചപ്പോൾ അത് കണ്ടു രസിച്ചിരുന്ന പിണറായിയുടെ ഡ്രൈവറെ തന്നെ ഇപ്പോൾ പോലീസുകാർ തല്ലിയിരിക്കുന്നു എന്ന മട്ടിലുള്ള വാർത്തകളാണ് വരുന്നത്. എന്നാൽ പോലീസുകാർ പറയുന്നത്, റെയിൽവേ പോലീസ് പറയുന്നത്, ഒരു കാരണവശാലും ഈ ഡ്രൈവറെ മർദ്ദിച്ചിട്ടില്ല. VIP പാർക്കിംഗ് ഏരിയയിലേക്ക് ഒരു സ്വകാര്യ വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യം ചെയ്യലുകൾ മാത്രമാണ് നടന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ അനൂപ് പറയുന്നു തനിക്ക് പോലീസിന്റെ മർദ്ദനമേൽക്കേണ്ടി വന്നു എന്ന് DGPക്ക് പരാതി കൊടുത്തിരിക്കുന്നു. എന്തായാലും കാലം തിരിച്ചടിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയായി വാണരുളിയപ്പോൾ പിണറായി വിജയൻ 41 കാറിന്റെ അകമ്പടിയോടുകൂടി സഞ്ചരിക്കുമ്പോഴും വഴിയിൽ കരിങ്കൊടി കാണിക്കുന്ന ആളുകളെല്ലാം പോലീസുകാരെയും തൻ്റെ പാർട്ടി ഗുണ്ടകളെയും ഉപയോഗിച്ച് അടിച്ചമർത്തിയതുപോലെ ഇപ്പോൾ പിണറായി വിജയന്റെ ഔദ്യോഗിക വാഹനമല്ലാതിരുന്ന മറ്റൊരു വാഹനം ഓടിച്ചു കൊണ്ടുവന്ന് ഡ്രൈവറെ പോലീസുകാർ തല്ലിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് കാലത്തിന്റെ കാവ്യനീതിയാണ് എന്നൊക്കെ പറഞ്ഞ് അതിന് ന്യായീകരിക്കുന്ന ആളുകളുണ്ട്. എന്തായാലും അക്രമം ഒരു കാരണവശാൽ എവിടെയായാലും ന്യായീകരിക്കപ്പെടേണ്ടതല്ല, അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെ ഡ്രൈവർക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ ദുരുപദിഷ്ടമായ ഏതെങ്കിലും പ്രവൃത്തികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കയ്യേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. എന്താണ് സംഭവം എന്നുള്ളത് കണ്ടറിയാം. വരും ദിവസങ്ങളിൽ നമുക്കത് എന്താണെന്ന് മനസ്സിലാകും. അതുവരെയും കാത്തിരിക്കുക.